ഹായ് ഓൾ. ഫായുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ധനഞ്ജയ് ശങ്കർ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഫ. ഇതൊരു മാസ് മസാല ചിത്രമാണ്. BGM ചെയ്തിരിക്കുന്നത് ഗോപി സുന്ദറാണ്. ഇടയ്ക്കിടെ ഉയർന്നും താഴ്ന്നും രീതിയിലുള്ള BGM ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഒരേ ഫ്ലോയിലല്ല പോകുന്നത്. ഒരു ഗ്രാഫിക് മോഡിൽ ഉയർന്നും താഴ്ന്നും അങ്ങനെയാണ് ആ ഒരു BGM ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ബാലതാരങ്ങളൊക്കെ ഉണ്ട്. സ്ഥാനാർത്ഥി ശ്രീകുട്ടനിലെ ആ പയ്യനുണ്ട്, സർക്കീട്ട് എന്ന സിനിമയിലെ ആ പയ്യനുണ്ട്, പിന്നെ ദിലീപിന്റെ കുട്ടിക്കാലം പെർഫോം ചെയ്തിരിക്കുന്ന ഒരു പയ്യനുണ്ട്. അവന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുകൂടാതെ ദേവ്ജി, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, മോഹൻലാൽ, ദിലീപ്, സാൻഡി മാസ്റ്റർ, ശരണ്യ പൊന്മണ്ണൻ, ബൈജു, സിദ്ധാർത്ഥ് ഭരതൻ, റിയാസ് ഖാൻ, അശോകൻ, മണിയമ്പിള്ള രാജു, അങ്ങനെ ഒത്തിരി താരങ്ങളിലാണ് ഇരുന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസന്റെ കോംബോ സീനുകൾ കുറച്ചുണ്ട്. ഡയലോഗ് ഡെലിവറി ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. അവർ നന്നായിട്ട് നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ നമ്മളെ രസിപ്പിക്കുന്ന രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. ദേവ്ജി ആയിട്ട് തന്നെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അയാളും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ദിലീപിന്റെ കുട്ടിക്കാലം അഭിനയിച്ച ആ പയ്യനും ഒരേ പൊളിയാണ്ട് പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. ഇനി സിനിമയെ പറ്റി പറയാം. ലോജിക് ഇല്ലാതെയും ഒരു സിനിമ എങ്ങനെ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിച്ച് എങ്ങനെ വിജയിപ്പിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സിനിമ. ചിരിക്കാനൊക്കെ ഒത്തിരി ഉണ്ട്. കോമഡി, മാസ്, ആക്ഷൻ എല്ലാം തന്നെ ഒത്തിരി അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ, ഒട്ടും ലാഗില്ലാതെ ഫുൾ എൻഗേജ് ആയി ചിരിച്ചു മറിയാനുള്ള നമ്മളെ കൊണ്ട് കൈ അടുപ്പിക്കുന്ന ഒത്തിരി സീൻസുകൾ ഇതിലുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ റോളൊന്നുമല്ല, ലാലേട്ടൻ സ്ക്രീനിലുണ്ട്. നമുക്ക് ഒത്തിരി നേരം കണ്ടിരിക്കാനുള്ള ഒരുപാട് പെർഫോമൻസ് ലാലേട്ടൻ്റെ ഇതിലുണ്ട്. എന്നെ ട്രോളാൻ എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ലടാ എന്ന് പറയുന്നത് പോലെ സ്വയം ട്രോളിയും മറ്റുള്ളവരെ ട്രോളിയും ഒക്കെ ഒരുപാട് ട്രോളുകൾ ഈ സിനിമയിലുണ്ട്. സ്പൂഫ് ഉണ്ട്, റെഫറൻസസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരേ പൊളി എന്ന് വെച്ചാൽ ഒരു കടുക് പൊട്ടുന്ന പോലെ ടപ്പ് എന്ന് പെട്ടെന്ന് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഒരിടത്തും ഒരു ചെറിയ ലാഗ് പോലും ഫീൽ ചെയ്യുന്നില്ല. അടിപൊളിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലെ പഴയ സിനിമകളിലൊക്കെ ചില സംഭവങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ അതൊരു വെറൈറ്റി ആയിട്ട് നമ്മളെ മാറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് അവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആകെ തോന്നിയ ഒരു നിരാശ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു അരമണിക്കൂർ ആ ഫസ്റ്റ് ഹാഫ് ഒക്കെ അവർ കൊണ്ടുപോയ ആ ഒരു ഫ്ലോ അവർക്ക് ഇതിന്റെ അവസാനം വരെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ക്ലൈമാക്സ് ഒക്കെ അവർ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണല്ലോ. ഞാൻ എൻ്റെ മാത്രം അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ക്ലൈമാക്സ് ഒന്നും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എന്തായാലും തിയേറ്ററിൽ ഇത് കാണാൻ നല്ലൊരു സിനിമ തന്നെയാണ്. നിങ്ങളിലാരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. എന്തായാലും അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.